ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 27. പദ്ധതികളും ദൈവേച്ഛയും. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യം. 2000 ഒരു ഉയർന്ന കമ്പനി തങ്ങളുടെ കമ്പനിയെ 375 കോടി രൂപയ്ക്ക് അക്കാലത്തെ ഹോം സിനിമകളുടെയും വീഡിയോ ഗെയിമുകളുടെയും റെന്റൽ രാജാവായ മറ്റൊരു കമ്പനിക്ക് വിൽക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. നെറ്റ്ഫ്ലിക്സ് എന്ന ഈ കമ്പനിക്ക് ഏകദേശം 3 ലക്ഷം വരിക്കാരുണ്ടായിരുന്നു. അതേസമയം വലിയ മൂവി റെന്റൽ കമ്പനിക്ക് ദശലക്ഷക്കണക്കിന് വരിക്കാരുണ്ടായിരുന്നു. ഈ കമ്പനി അവരുടെ ചെറിയ എതിരാളിയെ വാങ്ങാനുള്ള അവസരം പാസാക്കി. ഫലം, ഇന്ന് നെറ്റ്ഫ്ലിക്സിന് 18 കോടിയിലധികം വരിക്കാരുണ്ട്. അതിൻ്റെ മൂല്യം ഏകദേശം 15 ലക്ഷം കോടി രൂപയാണ്. അവർ വിൽക്കാൻ ആഗ്രഹിച്ച മറ്റേ കമ്പനിയാകട്ടെ തകർന്നുപോയി. നമ്മിൽ ആർക്കും ഭാവി പ്രവചിക്കാൻ കഴിയുകയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നമുക്കാണെന്നും ഭാവിയിലേക്കുള്ള നമ്മുടെ പദ്ധതികൾ വിജയിക്കുമെന്നും വിശ്വസിക്കാൻ നാം പ്രലോഭിക്കപ്പെടുന്നു. എന്നാൽ യാക്കോബ് പറയുന്നു, നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. ജീവിതം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നതിനേക്കാൾ ഹ്രസ്വവും വേഗമേറിയതും കൂടുതൽ ദുർബലവുമാണ്. ആസൂത്രണം ആവശ്യമാണ്, എന്നാൽ അനുമാനത്തിൻ്റെ പാപം നിയന്ത്രണം നമ്മുടെ കയ്യിലാണെന്ന് അനുമാനത്തിലാണ്. അതുകൊണ്ടാണ് നിങ്ങളോ വമ്പു പറഞ്ഞു പ്രശംസിക്കുന്നു, ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു എന്ന് യാക്കോബ് മുന്നറിയിപ്പ് നൽകുന്നത്. കാരണം ഈ വക പ്രശംസയെല്ലാം ദോഷം ആകുന്നു. ഈ പാപകരമായ രീതി ഒഴിവാക്കാനുള്ള മാർഗം ദൈവത്തോടുള്ള നന്ദിപൂർവമായ പങ്കാളിത്തമാണ്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ദൈവത്തിങ്കൽ നിന്നാണെന്ന് കൃതജ്ഞത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നാം ദൈവത്തിങ്കലേക്ക് വരുമ്പോൾ നമ്മുടെ ഇന്നത്തെയും ഭാവിയിലെയും പദ്ധതികളെ അനുഗ്രഹിക്കണം എന്ന് വെറുതെ പറയാതെ അവിടുന്ന് ചെയ്യുന്ന കാര്യങ്ങളിൽ അവിടുത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിന് നമ്മെ സഹായിക്കാൻ നാം അവിടുത്തോട് അപേക്ഷിക്കുന്നു. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം ഇതാണ്. ചിന്തിക്കുക, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ നിങ്ങൾ പ്രലോഭിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുകയും അവിടുത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നിന്ന് എന്താണ് അർത്ഥമാക്കുന്നത്? ദൈവത്തിന് മഹത്വം.